അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് നോക്കാനുള്ളത് നിങ്ങളിത് മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ ഈ ഒറിജിനിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ അല്ല അതിൻ്റെ ഒറിജിൻ വരുന്നത്, തൊട്ട് കുറച്ച് താഴോട്ടാണ്. എന്നിട്ട് ഒരു ഇസഡ് ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് ഇസഡ് ഒന്ന് ഒരു സർട്ടൻ കോൺസ്റ്റൻറ്റ് മുകളിലോട്ട് പൊക്കിയിട്ടാണ് ബാക്കി വരയ്ക്കുന്നത്. ഇതിപ്പം ഞാൻ ഈ വ്യൂ ആണ് XY പ്ലെയിനിൽ ഞാൻ ഈ റോബോട്ടിനെ താഴോട്ട് നോക്കാൻ നേരത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ ഡയറക്ഷനിൽ XY പ്ലെയിനിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് റോബോട്ടിൻ്റെ ലിങ്കുകൾ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഈ സ്ക്രൂ തൊട്ട് ഈ ഒരു ലിങ്ക് വരാം അല്ലേ, ഈ പടത്തി വരയ്ക്കുന്ന നോക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ കിട്ടുന്നത്. മോളിൽ നോക്കാൻ നേരത്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ വന്നു അല്ലേ. പിന്നെ നോക്കേ, ഇതും ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ വന്നത്, ചെറിയൊരു പ്രൊജക്ഷൻ വരുന്ന ചെറിയൊരു സ്ട്രൈറ്റ് ലൈൻ വന്നത്. അപ്പോൾ അതിനൊക്കെ വന്നത് നമ്മളെ ഇതിൻ്റെ ആംഗിൾ കൂടുന്നതനുസരിച്ച് ഈ ലൈൻ്റെ ലെന്തും കൂടും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, നമുക്ക് ഒരു ആംഗിൾ ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പം നോക്കിക്കോ, ഈ XY. ഓക്കെ, അപ്പം ഈ ആംഗിൾ ഇസഡ് ആക്സിസിലല്ലേ കറങ്ങുന്നത് ഞാൻ പറഞ്ഞത്. ഈ മോട്ടർ ഈ ഇരിക്കുന്ന ഒരു മോട്ടർ ഇസഡ് ആക്സിസിലാണ്, അതിന് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇസഡ് ആക്സിസിന് എങ്ങോട്ടാണ്, മുകളിലോട്ടാണ്. ഓക്കെ, നമുക്ക് പ്ലെയിനിൽ വരച്ച് കാണിക്കാൻ പറ്റുന്നത് മുകളിലോട്ടാണ്. അപ്പം ഈ എക്സും വൈയും തമ്മിൽ ഒരു ആംഗിൾ സ്വീപ്പ് ചെയ്യും അല്ലേ, തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ, θ1 എന്ന് പറഞ്ഞ ആംഗിൾ സ്വീപ്പ് ചെയ്യും. നമുക്ക് സത്യം പറഞ്ഞാൽ ആ θ1 ആണ് നമുക്ക് ഇവൻ്റെ ആംഗിൾ. ഓക്കെ, ഈ θ1 ആണ് ഇവൻ്റെ ആംഗിൾ. അപ്പം ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സംഭവം മനസ്സിലായോ? അപ്പം നമുക്കറിയാം ഇതിന് എൻഡ് എഫക്ടറിൻ്റെ പോയിന്റ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊടുക്കും x, y എന്ന് കൊടുക്കും. ഓക്കെ, x, y എന്ന് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x, y അല്ലേ. x, y എന്ന് പറയുമ്പം നമുക്ക് അങ്ങനെ θ1 കിട്ടി. ഓക്കെ, θ1 രണ്ടിൻ്റെ സിമിലർ ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് y/x. അപ്പോൾ θ1 കിട്ടി. ഫസ്റ്റ് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ഇക്വേഷൻ കിട്ടി. ഞാൻ ഫോർവേഡ് കൈനമാറ്റിക്സ് പറയുന്നില്ല, ഫസ്റ്റ് θ1 കിട്ടി. ഓക്കെ, നിങ്ങൾ അത് മനസ്സിലാക്കുക. XY പ്ലെയിനെ താഴ്ത്ത് നോക്കാൻ നേരത്ത് റോബോട്ട് ഒരു സ്ട്രൈറ്റ് ലൈനാണ് ലിങ്ക് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ ജോമെട്രി വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് x, y എന്നുള്ള കോർഡിനേറ്റിൻ്റെ ഇതാണ് എൻ്റെ എൻഡ് എഫക്ടറേ. ഇതിലാണ് x, y ഇരിക്കുന്നു എന്ന് ഞാൻ സങ്കല്പിക്കുന്നത്. അപ്പം ഇവിടെ നിന്നാണ് ഒറിജിൻ വരുന്നത്. ഈ ഒറിജിൻ താഴെയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ അന്ന് കരുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്തെ x, y എന്നുള്ള കോർഡിനേറ്റ് ഇവിടേക്ക്, ഇതാണ് എൻ്റെ എൻഡ് എഫക്ടർ. അപ്പോൾ θ1 എന്ന് പറഞ്ഞ ആംഗിൾ സ്വീപ്പ് ചെയ്യും. അപ്പോൾ θ1 = tan ഇൻവേഴ്സ് ഓഫ് y/x. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ കറക്റ്റ് കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നിങ്ങൾ നോക്കാനുള്ളത്, ഇനി